അപ്പം നമ്മുടെ വെഡ്ഡിംഗ് ബ്ലൗസ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ ബ്ലൗസിന് വേണ്ടിയിട്ടുള്ള ലൈനുകളൊക്കെ ഒന്ന് ഞാൻ പോയി വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് ബ്രൈഡിന്റെ സെക്കൻഡ് സാരിന്ന് സ്റ്റാർട്ട് ചെയ്യേ. നല്ലൊരു പിങ്ക് കളറിലാണ് ബ്രൈഡിന്റെ സെക്കൻഡ് സാരി വന്നിട്ടുള്ളത്. വെഡ്ഡിംഗ് സാരീന്റെ നെക്കിൽ മാത്രം പാറ്റേൺ കുറച്ച് വ്യത്യാസമായതുകൊണ്ട് അത് മാത്രം മാറ്റി വെച്ചിട്ട് ബാക്കി 3 ഞാൻ ലൈനിങ് ഒരുമിച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. 3 ബ്ലൗസ് ഒരാളുടെ തന്നെ ആയതുകൊണ്ട് ഇതുപോലെ ഒരുമിച്ചിട്ട് കട്ട് ചെയ്താൽ ഏകദേശം പണി നമുക്ക് എളുപ്പമായിട്ട് കിട്ടുമല്ലോ. പിന്നെ കട്ടിങ്ങുകളൊക്കെ ഒന്ന് ചെയ്ത് വെച്ചാൽ കുറച്ചുകൂടെ സ്പീഡായിട്ട് നമുക്ക് അടിച്ചെടുക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ ആദ്യം തന്നെ 3 ബ്ലൗസ് ഒരുമിച്ച് തന്നെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ളത്. സെക്കൻഡ് സാരി വളരെ സിമ്പിളായിട്ട് നോർമൽ ആയിട്ടുള്ള നമ്മുടെ റൗണ്ട് നെക്ക് കൊടുത്താൽ മതി എന്നാണ് കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള പോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. വൈകുന്നേരത്തെ വെയിലത്തിരുന്നിട്ട് ഞാനിത് തുന്നപ്പല്ലേ ഈ ഒരു ബ്ലൗസിന് വേറൊരു പ്രത്യേക ഒരു കളറ് അപ്പം തന്നെ ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടൊരു വീഡിയോ എടുത്ത് വെച്ചതാണ് ഇട്ടത്. അങ്ങനെ എന്തായാലും സ്റ്റിച്ച് ചെയ്തൊക്കെ കഴിഞ്ഞപ്പോൾ അതേ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് ഇട്ടുള്ളത്. വെഡ്ഡിംഗ് സാരി ഉൾപ്പെടെ 4 ബ്ലൗസും ഫ്രണ്ട് ഓപ്പൺ മതി എന്ന് കസ്റ്റമർ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടു തന്നപ്പോൾ ബ്ലൗസ് പീസുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ ഒന്നും സാരി ഞാൻ ശരിക്കും കണ്ടിട്ടില്ല. ഇതിൻ്റെ സാരി വരുന്നത് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണെന്നാണ് ബ്രൈഡ് പറഞ്ഞിട്ടുള്ളത്. ഞാനിപ്പോൾ സ്റ്റിച്ചിങ്ങിന് ആവശ്യമായിട്ടുള്ള ചെറിയ പർച്ചേസിങ്ങിന് പോവാണ് കേട്ടോ. അപ്പോൾ ഒരു കസ്റ്റമർ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെത്തുന്നതിന് മുന്നേ എനിക്ക് എന്തായാലും വാങ്ങിച്ചെത്തണം.